CPM പാളയം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5-ാം തീയതി വഞ്ചൂരിന്റെ ഈ കാണുന്ന ഭാഗത്താണ് വഞ്ചൂർ റോഡിൽ പൂർണ്ണമായി റോഡിന്റെ ഒരു വശത്ത് പൂർണ്ണമായി ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മിച്ചത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത് വഞ്ചൂർ കോടതിക്കും അതുപോലെ വഞ്ചൂർ പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു. പക്ഷേ ഈ സമ്മേളനം ഇവിടെ അവസാനിച്ച് ഇതിനുശേഷം ഒരു KPSC നാടകം കൂടി അവസാനിച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് ഇടപെട്ടുകൊണ്ട് ഈ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ അന്ന് പോലീസ് കേസെടുത്തത്. ഇതിനെതിരെയാണ് ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. ആരാണ് ഇവർക്ക് ഇത്തരത്തിൽ ഇവിടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് പരിപാടി നടത്താനുള്ള അനുവാദം കൊടുത്തത് എന്നാണ് കോടതി ചോദിച്ചത്. അതുമാത്രമല്ല 2022-ൽ ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായിരുന്നു ഇത്തരത്തിൽ റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി പരിപാടികൾ നടത്താൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തിയവർക്കെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. വഞ്ചൂരിലെ SHOയോട് ഈ കോടതിയിൽ നേരിട്ട് ഹാജരായിക്കൊണ്ട് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തതെന്നും ഏതൊക്കെ വണ്ടികളാണ് ഇവിടെ വന്നതെന്നും സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണമായി വിശദീകരണം നൽകണമെന്നും കോടതി ഇന്നലെ SHOയോട് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിപ്പുകാരായിട്ടുള്ള 31 പേർക്കെതിരെ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഈ പാളയം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള വഞ്ചൂർ ബാബു ആണ് 1-ാം പ്രതിയും. അതുപോലെ ഈ പാളയം ഏരിയ കമ്മിറ്റിയിലുള്ള മറ്റംഗങ്ങളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. ഈ സ്റ്റേജ് കെട്ടിയവർ ഉൾപ്പെടെയുള്ളവരെയാണ് ഈ പ്രതി ചേർത്തിട്ടുള്ളത്. റോഡിൽ ഗതാഗത തടസ്സമുണ്ടായതോടെ അന്ന് വലിയ രീതിയിലാണ് മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് ഈ റോഡിലെ ഗതാഗത തടസ്സം സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ വന്നത്. തുടർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങൾ വ്യാജ വാർത്ത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ മാധ്യമങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് അന്ന് ഉന്നയിച്ചത്. ഈ മാധ്യമ ശൃംഖലകൾ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഷീറ്റിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത്. ഇവരുടെ ആരുടെയും ഷീറ്റിന്റെ മേലെയല്ല ഞങ്ങൾ വളർന്നു പോന്നിട്ടുള്ളത്. മാധ്യമങ്ങളിൽ തെറ്റായ കാര്യം പറഞ്ഞാൽ തെറ്റായ കാര്യമാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ പോലും അങ്ങനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറയാനുള്ള ഒരു ഉളുപ്പും ഇവർക്കില്ല. റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി പരിപാടി നടത്തിയതിനെതിരെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായ വിമർശനം ഉണ്ടായതിന് പിന്നാലെ തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് സംബന്ധിച്ചുകൊണ്ട് CPM ജില്ലാ സെക്രട്ടറി V ജോയ് തന്നെ രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശരിയായ ഒരു രീതി ആയിരുന്നില്ല. മേലിൽ അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കും. കൺമുന്നിൽ ഇത്രയും വലിയ നിയമലംഘനം നടന്നിട്ടും പരിപാടി അവസാനിക്കുന്നതുവരെ എന്തുകൊണ്ടാണ് പോലീസ് ഇടപെടാത്തത് എന്നുള്ളതാണ് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. MS സുജിത്തിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നമ്മളെ സംബന്ധിച്ചോളം ഭരണഘടന അനുശാസിക്കുന്നത് സ്വസ്ഥമായി വഴി നടക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാമല്ലോ. പലയിടത്തും നിർമ്മാണങ്ങൾ നടത്തുന്നു. എന്തെങ്കിലും ആപത്ത് പറ്റി അതിവേഗം ആംബുലൻസുകളൊക്കെ പോയി കഴിഞ്ഞാൽ പോലും തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് ഇത്തരം സമരമാർഗ്ഗങ്ങളൊന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും CPMനെ സംബന്ധിച്ചോളം അതിൻ്റെ ഗൗരവം പാർട്ടി സെക്രട്ടറി ആദ്യഘട്ടത്തിൽ ഉൾക്കൊണ്ടില്ല എങ്കിലും പിന്നീട് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ജോയി ആ കാര്യം ഉൾക്കൊള്ളുന്നു, തെറ്റ് സമ്മതിക്കുകയും ചെയ്യുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇന്ന് സെക്രട്ടേറിയറ്റിൽ മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡ് കയ്യേറി രാപ്പകൽ സമരവുമായി CP അനുകൂല സംഘടനയും രംഗത്ത് വരുന്നത് കണ്ടു. നടപ്പാതയും റോഡും കയ്യേറി നടന്ന സമരത്തിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കാൽനട യാത്രക്കാരും ബുദ്ധിമുട്ടി. ജനരോഷത്തിനും മാധ്യമപ്രവർത്തകർക്കും പിന്നാലെ പോലീസ് അവിടെയും കേസെടുത്തു. ആ റിപ്പോർട്ട് കൂടി. ജനജീവിതം താറുമാറാക്കിക്കൊണ്ട് 36 മണിക്കൂർ രാപ്പകൽ സമരമാണ് CPI അനുകൂല സംഘടനകളുടെ ജോയിന്റ് കൗൺസിൽ അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്നത്. ഏറിയ പങ്ക് 36 മണിക്കൂറാണ് ഈ സമരം പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപ് തന്നെ ഇപ്പോൾ പോലീസ് കേസും ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റുന്നതിനോ ഒന്നും സംഘടനാ പ്രതിനിധികൾ തയ്യാറായിട്ടില്ല. വലിയ രീതിയിൽ തന്നെ ആളുകൾ കൂടുന്നുണ്ട്. അതുതന്നെ ഈ റോഡ് പൂർണ്ണമായും ബ്ലോക്കായിരിക്കുകയാണ്. ഒരു ആംബുലൻസിന് പോലും കടന്നു പോകാൻ പറ്റാത്ത തരത്തിലാണ് വലിയ രീതിയിൽ തിരക്ക് ഈ റോഡിൽ അനുഭവപ്പെടുന്നത്. മുൻപ് നമുക്കറിയാവുന്നതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിലുണ്ടായ ഒരു അപകടം, ബസ്സിനിടയിൽപ്പെട്ട ഒരാൾ ചിറഞ്ഞരിഞ്ഞ് മരിച്ച സംഭവം, അതിന് സമാനമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സംഘടനാ പ്രതിനിധികൾ ഈ വിഷയം കൃത്യമായി ഉൾക്കൊള്ളുവാനോ പരിഹരിക്കുവാനോ തയ്യാറായിട്ടില്ല. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാൽനട യാത്രക്കാർക്കാണ്. കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബുദ്ധിമുട്ടേ ഉള്ളൂ. ബുദ്ധിമുട്ടല്ല പിന്നെ എന്തൊരു നേട്ടമായിരിക്കണം. ഒരു ഇതുമില്ല. പിന്നെ അത് ഓടാതെ ഒതുക്കിയിട്ടോണ്ടിരിക്കണം. ഇതുകൊണ്ടാണ് യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ട്. ഒരു ആശുപത്രി കേസിനാ, ഒരു ആവശ്യം പോകാനാ,
സമയം പിടിക്കും. കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യത്തിലൂടെയാണ് ഈ പ്രദേശം കടന്നു പോയിക്കൊണ്ടിരുന്നത്. കാരണം ഇന്നലെ വാഹന ഗതാഗതം പൂർണ്ണമായും താറുമാറായി. ഇന്നിപ്പോൾ ഒരു പാതയിലൂടെയെങ്കിലും വാഹനം പോകുന്നുണ്ട്. പലപ്പോഴും ബുദ്ധിമുട്ടിലാകുന്നത് KSRTC ബസ്സുകൾ, ആംബുലൻസുകൾ തുടങ്ങിയവയാണ്. മറ്റുള്ളവർക്ക്, ചെറിയ വാഹനത്തിൽ പോകുന്നവർക്ക് ഇതിന് സമാന്തരമായി മറ്റൊരു പാത തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതും മറ്റു വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ബ്ലോക്കായി പോകുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും ജനരോഷം ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ നടത്തുന്ന പരിപാടിക്ക് എതിരെ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥിതി. പറഞ്ഞു വരുന്നത് ഇത്രയുമേ ഉള്ളൂ. നമ്മളൊക്കെ വീട്ടിൽ നിന്നും ഓഫീസുകളിലേക്ക് നിശ്ചിത സമയത്ത് അല്ലെങ്കിൽ കണക്കാക്കിയാണ് ഇറങ്ങുന്നത്. 10 മണിക്കാണെങ്കിൽ ചിലർ ആ സമയം കണക്കാക്കി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു, ഇത്ര സമയത്ത് നമുക്ക് ഓഫീസിലേക്ക് എത്താമല്ലോ എന്ന്. പക്ഷേ ഈ സ്ഥിതി കൈവിട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്, വാഹനങ്ങൾ അനുദിനം പെരുകുകയാണ്, റോഡ് അതിനനുസരിച്ച് വികസിക്കുന്നുമില്ല. അപ്പോൾ നമുക്കിനി പഠിച്ച കാര്യങ്ങൾ, പഴയതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്ന സ്ഥിതി മാറ്റിയേ പറ്റുകയുള്ളൂ. തിരുത്തലുകൾ വേണം. സമരങ്ങളാൽ സ്ഫുടം ചെയ്ത ഒരു സംസ്ഥാനമാണ് എന്നൊക്കെ നമുക്കറിയാം. സമരങ്ങൾ വേണം, പ്രതിഷേധങ്ങളെല്ലാം വേണം, അത് അതിൻ്റെ മുറയ്ക്ക് നടക്കണം. പക്ഷേ നമ്മുടെ സ്വൈര്യമായ ജീവിതം തടസ്സപ്പെടാൻ കൂടി പാടില്ല. അതുകൊണ്ട് ആ സർക്കിളിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്, പരിശോധനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ഗൂഗിൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം വഞ്ചൂരിൽ നിന്നും ജിബിൻ ജേബിയും ഹൈക്കോടതി എത്രത്തോളം ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട് എന്ന് രാഗിൻ വിവരിക്കും. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ കൂടി നമ്മോടൊപ്പം ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കണം എന്ന വിലയിരുത്തലുമായി ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോകാം. ഗൂഗിൾ, ഈ ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് വളരെ ഗൗരവത്തോടെ വഞ്ചൂർ സംഭവത്തെ നോക്കിക്കണ്ടത്. പിന്നീടും അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമുക്കറിയാമല്ലോ, സാധാരണ ഒരു സമരം വന്നാൽ പോലും ആ വഴി ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം ആ നിയമലംഘനങ്ങൾ തുടരുന്നു എന്നാണ് നമ്മൾ ഇന്ന് കണ്ടത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോവുകയാണ്. ഗൂഗിൾ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ, CPI സംഘടന നടത്തിയ മാർച്ച് മൂലം എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ സംബന്ധിച്ചോളം അവിടെ ഉണ്ടായിട്ടുണ്ട്? കഴിഞ്ഞ ദിവസം ഗൗരവത്തോടുകൂടി ഇത്തരം പ്രവണതകൾ ആവർത്തിക്കരുത് എന്ന മുന്നറിയിപ്പുമായി വഞ്ചൂർ സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. ഇപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവതരമാണത്. പ്രജീഷ്, തീർച്ചയായും CPM ഒരു തുറന്നു പറച്ചിലിന് തയ്യാറായെങ്കിൽ CPI ഈ തുറന്നു പറച്ചിലിനെ തുടർന്ന് തന്നെയാണ് ഇവിടെ വേദി കെട്ടി വലിയ രീതിയിൽ ആളെയും കൂട്ടിയത്. 36 മണിക്കൂർ ഉള്ള സമരമായിരുന്നു. അതായത് രാപ്പകൽ സമരമാണ് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപിക സംഘടനകളടക്കം ചേർന്നുകൊണ്ട് നടത്തിയത്. അതിലെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ റോഡിനോട് ചേർന്ന് തന്നെയുള്ള നടപ്പാത കയ്യേറി റോഡിലേക്ക് നിൽക്കും വിധമാണ് ഇവിടെ ഈ പന്തലിന്റെ സമരവേദി നിർമ്മിച്ചിട്ടുള്ളത്. ഒപ്പം ഒരു 100 മീറ്റർ റോഡ് കയ്യേറിക്കൊണ്ടാണ് ഇവിടെ കസേരകൾ നിരത്തിയിട്ടിരിക്കുന്നതും ആളുകൾ വലിയ രീതിയിൽ രാവിലെ എത്തുകയും ചെയ്തത്. വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരുടെ വലിയ സഞ്ചയം രാവിലെ ഈ റോഡുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗതാഗത കുരുക്ക് രാവിലെ വലിയ രീതിയിൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. അത് പ്രധാനമായും കാൽനട യാത്രക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാൽനട യാത്രക്കാർക്കും KSRTC ബസ്സുകൾക്കും. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ റോഡ് കടന്നു വേണം മറ്റ് പലയിടങ്ങളിലേക്കും പ്രധാന ഇടങ്ങളിലേക്കും പോകാനുള്ള പ്രധാന പാതയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ പാതയാണ്. കന്റോൺമെന്റ് പോലീസ് കേസെടുത്തോ? എന്തൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? ഗൗരവത്തോടു കൂടിയാണോ പോലീസ് ഇന്നത്തെ ഈ സമരത്തെയും ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകളെയും കണ്ടിരിക്കുന്നത്? പ്രജീഷ്, ഈ വിഷയം ഇപ്പോഴും അത്ര സഗൗരവം പോലീസ് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം കൺട്രോൾമെന്റ് പോലീസിന് വേണം അനുമതി നൽകാൻ ഇവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ഒരു സമ്മേളനത്തിനുള്ള ഒരു അനുമതി CPIയോ അല്ലെങ്കിൽ ഈ സംഘടനകളോ, പ്രത്യേകിച്ച് ഈ ജോയിന്റ് കൗൺസിലോ KSSA അടക്കമുള്ള സംഘടനകളോ വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വാഹന ഗതാഗതം തടഞ്ഞുകൊണ്ട് റോഡ് വഴി ആളുകൾക്ക് സ്വൈര്യവിഹാരം നടത്താൻ പറ്റാത്ത രീതിയിൽ അടച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിയുമായി മുൻപോട്ട് പോകുന്നതിനെതിരെയാണ് ഇപ്പോൾ കൺട്രോൾമെന്റ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ കേസ് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പ്രധാനമായിട്ടത് ഇപ്പോഴും ഈ ആളുകളെ മാറ്റാനോ അല്ലെങ്കിൽ ഈ വേദി ഇവിടെ നിന്ന് മാറ്റാനോ ആ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു മാറ്റാനോ ഇതുവരെയും ഈ സംഘടനകൾ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്ന് രാവിലെ എത്തിയിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ആളുകളെ പിന്നീട് വേദിയിൽ നിന്ന് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ആളുകൾ തുടരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം രാവിലത്തേത് പോലെ ഇപ്പോഴില്ല എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും ജനത്തിരക്കുണ്ട്. ഈ ജനത്തിരക്കും മാറ്റാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം.
വലിയ ബുദ്ധിമുട്ടോടു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. പ്രവൃത്തി ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വളരെ റോഡിന് അങ്ങ് അകത്തോട്ട് കയറ്റി ഇത്തരത്തിൽ പന്തലൊക്കെ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കണം. നമുക്ക് വഞ്ചൂർ കൂടി പോകാം. അവിടെ ജിബിൻ ജെ ബി ചേരുന്നുണ്ട്. ജിബിൻ, ഹൈക്കോടതിയിൽ നാളെയാണ് ഇനി എന്താണ് ഈ നടപടികൾ സംബന്ധിച്ച് വഴിയടച്ചുള്ള CPM-ന്റെ പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്തെങ്കിൽ എന്തൊക്കെ നടപടിയൊക്കെ നാളെ കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരിക്കണം. അതിന് ഈ കോടതി വടിയെടുത്തതോടുകൂടി ഉണർന്നിട്ടുണ്ടോ പോലീസ്? ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള നടപടിക്രമങ്ങളുമായി വഞ്ചൂർ പോലീസ് പോകുന്നുണ്ടോ? പ്രജീഷ്, ഈ കോടതി ഇന്നലെ രൂക്ഷമായ വിമർശനം ഇത് സംബന്ധിച്ച്, അതായത് 5-ാം തീയതി ഈ റോഡ് കയ്യേറിക്കൊണ്ട് സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ച ഈ പൊതുജനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് ഈ കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമുണ്ടായത്. കാരണം 2021 സമാനമായ കേസുകളുണ്ടായപ്പോൾ അന്ന് തന്നെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു. ഇത്തരത്തിൽ ജനങ്ങളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുപരിപാടികൾ പാടില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ വഞ്ചൂർ കോടതിയുടെ മുന്നിലും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ പോലീസിന്റെ കൺമുന്നിലും ഇത്രയും വലിയൊരു നിയമലംഘനം ഉണ്ടായിട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് തങ്ങൾക്ക് അറിയണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ SHO എടുത്ത് ഇന്ന് നേരിട്ടെത്തിക്കൊണ്ട് ആരൊക്കെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്, ഏതൊക്കെ വാഹനങ്ങളാണ് ഇവിടെ വന്നത്, എന്തൊക്കെ പരിപാടിയാണ് ഇവിടെ നടന്നത്, ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായ ഒരു വിശദീകരണം നേരിട്ടെത്തി SHO നൽകണമെന്നാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നേരിട്ടെത്തി നൽകണമെന്നാണ് ഇന്നലെ ഹൈക്കോടതി അറിയിച്ചത്. ഇതിന് ശേഷമായിരിക്കും നാളെയോടുകൂടി ഇത് കേസ് സംബന്ധിച്ചുള്ള ബാക്കി നടപടികൾ ഉണ്ടാവുക. ഇത് കോടതി ഇത്രയും രൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിക്കാനും കാരണങ്ങളുണ്ട്. കാരണം ഈ സംഭവം നടന്നത് വഞ്ചൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ്. കാരണം ഇത്രയും വലിയൊരു നിയമലംഘനം പോലീസിന്റെ കൺമുന്നിൽ നടന്നിട്ട് ആ പരിപാടി കഴിഞ്ഞ വെള്ളിയാഴ്ച ഇത് മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ കേസിൽ ഉത്തരവാദിത്തപ്പെട്ട ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു, പിന്നീട് ഈ സംഘാടകരായിട്ടുള്ള കുറച്ചധികം ആളുകൾ, ഇവർക്കെതിരെയൊക്കെ ഈ കേസെടുക്കുന്നതും നടപടിക്ക് വിധേയമാകുന്നതും ഈ കോടതിയിലേക്ക് ഒരു ഹർജി എത്തിയപ്പോൾ മാത്രമല്ലേ? പ്രതീക്ഷ അത് തന്നെയാണ്. കാരണം സ്വന്തം കൺമുന്നിൽ ഒരു നിയമലംഘനം നടന്നിട്ട് പോലീസ് അത് തടയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഇത്തരത്തിലൊരു സ്റ്റേജ് നിർമ്മാണം റോഡ് കയ്യേറിക്കൊണ്ട് നടക്കുമ്പോൾ തന്നെ പോലീസിന് വേണമെങ്കിൽ അത് എതിർക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് മുന്നേ തന്നെ നേതാക്കളെ വിളിച്ചറിയിച്ചതിന് ശേഷം മറ്റു വേദിയിലേക്ക് മാറ്റണമെന്ന് പോലീസിനെ അറിയിക്കാം. ഇതൊന്നും തന്നെ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടി റോഡിൽ ഗതാഗതം തടസ്സപ്പെടുത്തി പരിപാടി നടത്തി പൊതുസമ്മേളനത്തിന് ശേഷം ഒരു നാടകം അരങ്ങേറി. ഇതിനെല്ലാം ശേഷമാണ് കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയെങ്കിലും അന്ന് പോലീസ് കേസെടുത്തത്. ആരാണ് ഈ കണ്ടാൽ അറിയാവുന്ന 500 പേർ എന്നുള്ളത്? ഇത്രയും ഈ ഒരു പരിപാടി 5-ാം തീയതി പരിപാടി കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു വിമർശനം ഉണ്ടാകുന്നതുവരെ കണ്ടാൽ അറിയാവുന്ന 500 പേർ ഇത് ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു രൂക്ഷമായ വിമർശനം ഉണ്ടായപ്പോൾ തന്നെ കണ്ടാൽ അറിയാവുന്ന 500 പേരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ഒരു 19 പേരെയും പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഒരു 31 പേർക്കെതിരെയുമാണ് കോടതി പോലീസ് കേസെടുത്തത്. അതായത് കൃത്യമായി ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം ഉണ്ടാകാതിരുന്നെങ്കിൽ കണ്ടാൽ അറിയാവുന്ന 500 പേർ, ആരൊക്കെ 500 പേർക്കെതിരെ ഈ ഒരു കേസ് അങ്ങ് നിന്ന് തുടർ നടപടികൾ ഉണ്ടാകാതെ പോകുമായിരുന്നു. പക്ഷേ ഈ പോലീസ് ഈ കോടതി കൃത്യമായി ഇടപെട്ടതോട് എന്തായാലും ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. തെറ്റുപറ്റിപ്പോയി. കാരണം തെറ്റുപറ്റുമ്പോഴാണല്ലോ അത് ഏറ്റുപറയുക എന്നൊരു ഉത്തരവാദിത്തം. അതെന്തായാലും CPM-ന്റെ ജില്ലാ സെക്രട്ടറി കാട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മറുവശത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലൊക്കെ ഈ ദിവസവും ഇത്തരത്തിൽ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട്, ജനങ്ങളുടെ വഴിമുടക്കിക്കൊണ്ട് അവരുടെ അത്യാവശ്യ യാത്രകൾക്കൊക്കെ തടസ്സം നേരിടുന്ന തരത്തിലുള്ള സമരങ്ങൾ നടക്കുന്നു എന്നത് വളരെ ഗൗരവമാണ്. നമുക്ക് ഹൈക്കോടതിയിലേക്ക് കൂടി പോകാം. രാഗിലേക്ക് പോകും മുമ്പ് അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ, എത്രത്തോളം ഗൗരവത്തോടു കൂടി നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്? കാരണം ദൈനംദിനമായി പലയിടത്തും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് നടക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ആളുകൾ അങ്ങ് പോകുന്നു. പക്ഷേ ആർക്കും പുറകെ പോകാനൊന്നും സമയമില്ല. പക്ഷേ അതിങ്ങനെ ഒരു ദൈനംദിന പ്രക്രിയയായിട്ട് പുരോഗമിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? ഞാൻ ആമുഖമായി പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താണ് ഇക്കാര്യത്തിലൊക്കെ ഇനി ഒരു പരിശോധനയും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഒരു തിരുത്തലുമൊക്കെ വേണ്ട സാഹചര്യം ഒരുങ്ങുന്നത്? ഇദ്ദേഹം എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണ്. അതായത് ഈ ഉത്തരവ് പാസ്സാക്കുന്ന ജഡ്ജി തന്നെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി നേരിട്ട് ഇറങ്ങേണ്ടുന്ന അവസ്ഥയിലാണ് കേരളം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാർ തന്നെ അദ്ദേഹം പാസ്സാക്കിയ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി നേരിട്ടിറങ്ങേണ്ടുന്നൊരു സാഹചര്യം കണ്ടു. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ ആ ഫ്ലക്സ് ബോർഡിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളായാലുമൊക്കെ ദൈനംദിനം ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാം.
അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് അതുമായി ബന്ധപ്പെട്ട ചില കേസുകളിലൊക്കെ തന്നെ ഓണറബിൾ ജസ്റ്റിസ് അനിൽ നരേന്ദ്രൻ സാറിൻ്റെ ചില വിധികൾ നമ്മൾ കാണാറുണ്ട്. അതായത് ചില ആളുകളൊക്കെ അവർ പാസാക്കിയ ഉത്തരവുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അഥവാ നടപ്പിലാക്കാത്തതിലുള്ള വിഷമം കൊണ്ട് നേരിട്ടിറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എല്ലാ ജഡ്ജിമാർക്കും എല്ലാ ഉത്തരവുകളും നേരിട്ടിറങ്ങി നടപ്പിലാക്കാൻ കഴിയില്ല. അപ്പോൾ കേരളം പോകുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്. ഉത്തരവുകൾക്ക് കടലാസുമില്ല, ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അതുപോലെ ചെയ്യും എന്ന് പറയുന്ന അവസ്ഥ. രണ്ടാമത്തൊരു വിഷയം ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഈ പോലീസുകാരെ പറ്റി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അതായത് പോലീസ് ആക്ട് അമെൻഡ് ചെയ്ത് ഏറ്റവും ലഘുവായ ശിക്ഷയായ ഇൻക്രിമെൻറ്റ് ബാർ പോലും പ്രൊമോഷന് തടസ്സമായി പരിഗണിച്ചേക്കും എന്നുള്ള അവസ്ഥ 2019 വന്നതിന് ശേഷം ഇവരൊക്കെ വളരെ പേടിച്ച് കഴിയുന്ന ആൾക്കാരാണ്. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ചെറിയ ആളോട് പോലും ഏറ്റുമുട്ടാൻ തക്കവണ്ണമുള്ള മനോധൈര്യം ഇവർക്കില്ല. ഇവർക്ക് സർവീസിലിരിക്കണം, പ്രൊമോഷൻ കിട്ടണം, പെൻഷൻ വാങ്ങണം, മിനിമം പ്രോഗ്രാം. ഒരുപക്ഷെ അവിടെ തൻ്റെ ഇടത്തോടുകൂടി ആക്ഷൻ ഹീറോ ബിജുമാരെ പോലെയൊക്കെ ഇറങ്ങി ധൈര്യത്തോടു കൂടി അതിനൊക്കെ തടയിട്ട് കഴിഞ്ഞാൽ അവന്റെ സ്ഥിതി എന്തായിരിക്കും? മഞ്ചൂരിലിരിക്കുന്ന ആ സി എ അങ്ങ് കാസർഗോഡ് ഇരിക്കും. അല്ല, അത് മാത്രമല്ല അതിനകത്ത് പറയാനുള്ളത്, ഞാനൊന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രമേ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലുള്ളൂ. അതായത് സംസ്ഥാനത്തിനും PSCക്കും ഒക്കെ അതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ ഭാഗഭാക്കാകാനുള്ള അവസരം കിട്ടുന്ന തരത്തിലുള്ള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഇപ്പോഴും നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഈ പോലീസുകാർക്കൊന്നും അവർക്കൊരു ഗ്രീവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലൊന്നും പോകാൻ കഴിയില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് ആദ്യം സമീപിക്കേണ്ടത്. മോശം എന്ന സംഗതിയല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ തന്നെ അവരുടെ മൊറയിൽ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഹൈക്കോടതിയിൽ എത്തിച്ചേരണമെങ്കിൽ തന്നെ ഇതിനിടയ്ക്ക് കൂടി ഒരു സംഗതി ഉണ്ടെന്നുള്ള പോലും സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പല പോലീസുകാരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ പേടിച്ചിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കൻ്റോൺമെൻറ്റ് SHO ആയാലും മഞ്ചൂർ SHO ആയാലും ഒക്കെ അവരൊക്കെ ആത്മാഭിമാനമുള്ള ആളുകളൊക്കെ ആയിരിക്കും, നടപടിയെടുക്കണമെന്നൊക്കെ കാണും. പക്ഷേ കഴിയില്ല. അതിപ്പോൾ ഈ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ഇടതുപക്ഷമോ അതല്ല ഇനിയിപ്പോൾ വലതുപക്ഷമോ ആണെങ്കിൽ പോലും ഇവരൊക്കെ തന്നെ ഈ ഇത്തരം സംവിധാനങ്ങളുടെ അടിമകളാണ്. കോടതി മാത്രമാണ് അതിൽ പോയ ശേഷം ഞങ്ങളുടെ പ്രതി ഹൈക്കോടതിയിൽ നിന്നും രാഗൻ ഹൈക്കോടതി ഈ സംഭവ വിഷയത്തെ എത്രത്തോളം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട്? കാരണം ഹർജി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വസ്തുതകൾ, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ഗൗരവത്തോടുകൂടി ഹൈക്കോടതിയുടെ ആ ബെഞ്ച് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നാളെ എന്തായാലും വഞ്ചൂർ സംഭവത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അവിടുത്തെ നേരിട്ട് വിശദീകരിക്കുകയും ചെയ്യണം. സമാന സംഭവങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ ഹൈക്കോടതിയുടെ നിയമങ്ങൾ ഓൾറെഡി ഉണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം വലിയ ബാധ്യത അത് ഓർമ്മിപ്പിക്കുക കൂടിയാണോ ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്? രാഗൻ. പ്രജീഷ്, വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത് ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. ഹൈക്കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾക്ക് ആരാണ് അധികാരം നൽകിയത് ഇത്തരത്തിൽ വഴി അടച്ചുകൊണ്ടൊരു സ്റ്റേജ് കെട്ടാൻ എന്ന കാര്യമാണ് കോടതി ചോദിച്ചത്. ഇതോടൊപ്പം തന്നെ കേസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതോടൊപ്പം വൈദ്യുതി കണക്ഷൻ അവിടെ എങ്ങനെ കിട്ടി, അത് കിട്ടിയിട്ടുണ്ടോ, അത് കിട്ടിയിരുന്നല്ലോ എന്ന കാര്യം കോടതി ചോദിച്ചു. എന്തായാലും വഞ്ചിയൂർ SHOയോട് എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും കോടതി തേടിയിരുന്നു. ഗതാഗതവും അതോടൊപ്പം തന്നെ കാൽനട യാത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തരത്തിലുള്ള സമ്മേളനങ്ങളും അത്തരത്തിൽ അനുവദിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ചും പാതയോരങ്ങളിൽ ഉൾപ്പെടെ എന്ന നിലപാടാണ് കോടതി എടുത്തത്. ഇതോടൊപ്പം കോടതി ചോദിച്ച മറ്റൊരു കാര്യം, ഈ 2021 പല തരത്തിലുള്ള ഉത്തരവുകളുണ്ട്. ഈ ഉത്തരവുകൾക്ക് ശേഷം സർക്കാർ ഒരു മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരുന്നു. ഇതൊക്കെ ഫ്രീസറിൽ വച്ചിരിക്കുകയാണോ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ്, കോടതി ഇത്തരത്തിൽ ഉത്തരവിറക്കുന്നു, വളരെ ശക്തമായിട്ടുള്ള ഉത്തരവായിരിക്കും. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ഫീൽഡിലുള്ള അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഭാഗങ്ങളുമാണ്. അവർ കണ്ണടയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ സമയത്തും കോടതി ഇത്തരത്തിൽ വടിയെടുക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുൻപ് നമുക്ക് ഓർമ്മയുണ്ട്, 2010 ഈ പാതയോര പൊതുയോഗങ്ങൾ അല്ലെങ്കിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി, സുപ്രധാന വിധി. അതിനുശേഷം അതിനെ മറികടക്കുന്ന രീതിയിൽ ഓർഡിനൻസ് കൊണ്ടിരുന്നു സർക്കാർ. പക്ഷേ സുപ്രീം കോടതിയിൽ നടക്കം വിമർശനങ്ങൾ നേരിടുന്നു. അതിനെ തുടർന്നാണ് അന്ന് MV ജയരാജൻ ഒരു പരാമർശം നടത്തിയ ജഡ്ജിമാർക്കെതിരെ. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും അതിനുശേഷം ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വലിയ പരാജയം ഫീൽഡിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ നിരത്തിൽ സംഭവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപൊരു ഹൈക്കോടതി തന്നെ അല്ലെങ്കിൽ മുൻപൊരു മറ്റൊരു കേസിൽ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി ഇങ്ങനെ വടിയെടുത്ത് പുറകെ നടക്കേണ്ട ഒരു ദുരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം കോടതി മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊച്ചിയിലെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ പല ഘട്ടങ്ങളിലും കോടതി അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ജനങ്ങളെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന നില ഉണ്ടാകരുത് എന്നാണ് കോടതി എടുക്കുന്ന സ്റ്റാൻഡ്. നാളെ വളരെ സുപ്രധാന ദിവസമാണ്. വഞ്ചിയൂർ SHO എന്തായിരിക്കും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ കോടതി ഇതിൽ നൽകുന്ന മറുപടിയും സുപ്രധാനം. അതോടൊപ്പം തന്നെ ഇന്ന് വീണ്ടും തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അതും കോടതിയുടെ പരിഗണനയിലേക്ക് എത്താനുള്ള സാധ്യതകളാണ് കൂടുതലായി ഉള്ളത്.
ശരി, തീർച്ചയായും അത് കണ്ണു തുറക്കട്ടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അധികാരികളും എന്നുള്ളതാണ്. ശ്രീ വെങ്ങാനൂർ ശിവശങ്കരൻ, നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ സമ്മേളനങ്ങൾ നടത്തണം, അത് അവരുടെ അവകാശമാണ്. പ്രതിഷേധങ്ങൾ നടത്തണം, പ്രതിഷേധിക്കണം. കാരണം പ്രതിഷേധങ്ങളും സമരമാർഗങ്ങളിലൂടെയും സ്ഫുടം ചെയ്ത ഒരു നാടാണ് നമ്മുടേത്. പക്ഷേ നമുക്ക് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 10 മണിക്ക് ഒരു ഓഫീസിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ നിശ്ചിതമായ സമയം ഉള്ളിൽ ക്രമീകരിച്ച് വരുന്നത്. അപ്പോൾ ഇനിയുള്ള നാളുകളിൽ സമരം റോഡിൽ ഉണ്ടായേക്കാം. എൻ്റെ സമയക്രമത്തിൽ ഇനി ഞാൻ രാവിലെയൊക്കെ എണീക്കുന്നത് മാറ്റി വെച്ചുകൊണ്ട് വീണ്ടും അവിടെ ഒരു പുനഃക്രമീകരണം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. പിന്നീട് എത്രയോ ആളുകൾ ആശ്രയിക്കുന്ന റോഡാണ്. അങ്ങേക്കും അറിയാം, ഈ മഞ്ചൂർ റോഡായാലും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരമായാലും അത് കൊച്ചിയിലായാലും കോഴിക്കോടായാലും എവിടെയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ അവിടുത്തെ യാത്രക്കാരാണ്. അപ്പോൾ നമുക്കിതിലൊക്കെ ഒരു ക്രമീകരണം വരുത്തേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികളും അവരുമായി ബന്ധപ്പെട്ട് ഈ പ്രക്രിയ നടത്തുന്നവരുമാണ്. അതിന് തയ്യാറാകേണ്ടതുണ്ട്. അവർ അതിലേക്കടക്കം എങ്ങനെ എത്തണമെന്നാണ് ഈ നിയമം അനുശാസിക്കുന്നത്. അതിന് നിയമത്തിൻ്റെ കൂടി താങ്കൾ പറഞ്ഞതുപോലെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരുടെ ബാധ്യതയും അവൻ്റെ ഉത്തരവാദിത്തം കൂടി ഓർമ്മിപ്പിക്കുകയാണോ കോടതി ചെയ്തിരിക്കുന്നത്? ഇത്തരം സംഭവങ്ങളിൽ നാളെ ഹൈക്കോടതിയിൽ നിന്നും ഒരു ഇടപെടൽ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അദ്ദേഹം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. ഒരു ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും നിയമത്തെയോ അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവിനെയോ ബഹുമാനിക്കണം എന്നൊരു തോന്നൽ നമുക്ക് സ്വയം വരാത്തൊരവസ്ഥയിലോട്ട് നമ്മൾ ആയിപ്പോയി. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഇന്നത്തെ ഒരു സംഗതിയുണ്ട്. അതായത് അവിടെ കൂടിയിരിക്കുന്ന ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിക്കുന്ന വീഡിയോ ഫൂട്ടേജുകളൊക്കെ തന്നെ അവൈലബിൾ ആയ സ്ഥിതിക്ക് നാളെ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വന്നിട്ട് കോടതി അവർക്കെതിരെ നടപടിയെടുക്കാൻ പറഞ്ഞാൽ, നടപടിയെടുക്കണം എന്നുള്ളതിൽ ഉറച്ചു നിന്നാൽ, അതിലൊരു ഫോളോ അപ്പ് ഉണ്ടായാൽ, ഇതിൽ എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അച്ചടക്ക നടപടി വരും, എത്ര പേര് ക്രിമിനൽ കേസിൽപ്പെടും, എത്ര പേർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കോടതി പറയുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ നിലയിൽ വരെ കോടതിയെ കൊണ്ടുചെന്ന് എത്തിച്ചാൽ മാത്രമേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും കോടതി ഉത്തരവ് അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? അതായത് ഞങ്ങൾക്കൊന്നും വരാനില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ അത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും എന്താണ് ഈ നമ്മൾ നേതൃനിരയിലിരിക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധികളൊക്കെ തന്നെ ശ്രീ എം വി ഗോവിന്ദൻ ഉദാഹരണമായി എടുക്കാം. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, നിയമസഭയിൽ ഒരു അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളല്ലല്ലോ എന്താണ് ഈ നിയമപരമായി അനുശാസിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ എന്നാ ആ സംഭവം ഉണ്ടായി വഴിയടച്ച് ആംബുലൻസ് അടക്കം വഴി മുടങ്ങിയപ്പോൾ അദ്ദേഹം ആദ്യമേ പറയേണ്ടിയിരുന്നത് ഇത് ഒരു അപലപിച്ചുകൊണ്ട് ഇങ്ങനെ വഴി കെട്ടിയത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നിരിക്കണം ആകണമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങേണ്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹം എന്താണ് പറഞ്ഞത്? മാധ്യമങ്ങളാണ് ഈ വാർത്ത ഊതിപ്പെരിപ്പിച്ചത്. അപ്പോൾ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോളം ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ, അണികൾക്ക് നൽകുന്ന സന്ദേശമുണ്ടല്ലോ. ഇത്തരം സംഭവങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? അദ്ദേഹം അതിൽ ആരും മോശമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേന്ദ്രീകരിച്ചല്ല പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണുന്നതാണ് നമ്മൾ. അവർ മൂലമുണ്ടാകുന്ന സമരങ്ങൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ നേരിടുന്ന സാധാരണക്കാരുടെ അവരിൽ നിന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാനും പ്രതീക്ഷിക്കാനും മാത്രമേ കഴിയുള്ളൂ. കാരണം ഇതൊക്കെ തന്നെ ഒരു വീക്ക്നെസ്സായി, അതായത് നിയമങ്ങളോ കോടതി ഉത്തരവുകളോ അനുസരിച്ച് പോകുന്ന ഒരു വീക്ക്നെസ്സായി കരുതുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു പോയി. കാരണം കോടതി ഉത്തരവ് പാലിച്ച് ഞങ്ങൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പവറിന് കുറവ് വന്നു പോകുമോ എന്നാണ് എല്ലാ തരം രാഷ്ട്രീയ പാർട്ടികൾക്കുമുള്ളൊരു തോന്നൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഫ്ലക്സ് നിരോധനമാണെങ്കിലും ഈ പൊതുസ്ഥലത്തെ കൂട്ടം ചേരലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വിട്ടുവീഴ്ച കാണിക്കാത്തത് ഞാൻ മര്യാദക്കാരനായാൽ മോശക്കാരനായി പോകും എന്നൊരു തോന്നൽ വന്നുകൊണ്ടുകൊണ്ടാണ്. ഞാൻ ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിയുടെ പ്രത്യേകിച്ച് അഭിപ്രായത്തെക്കുറിച്ചല്ല പറയുന്നത്, പൊതുവേ ഉള്ള ഒരു തോന്നൽ ഇതാണ്. കാരണം ഞങ്ങൾ ഒരു നിയമം അനുസരിക്കുക, കോടതി ഉത്തരവ് അനുസരിക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഒരു തരം താഴ്ന്നു പോകുന്നത് പോലെ അല്ലെങ്കിൽ മോശക്കാരനായി പോകുന്നത്, കൊച്ചായി പോകുന്നത് പോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ളൊരു തോന്നൽ പോലെ നമുക്ക് വന്നുപോയി. ഇപ്പോൾ ഈ ദിവസം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ കൃത്യമായി കോടതി ആ വീഡിയോ ഫൂട്ടേജ് ഹാജരാക്കാൻ പറയുകയും ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഹൈക്കോടതികൾക്ക് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഇനിഷ്യേറ്റ് ചെയ്യാനും പ്രൊസീഡ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി സുവോമോട്ടോ കണ്ടംപ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. വീഡിയോ ഫൂട്ടേജ് ഹാജരാക്കി ഈ ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ പ്രതികളാക്കി ചേർത്താൽ ജയില് വേറെ കെട്ടേണ്ടി വരും. കോടതി അതുവരെ പോയാലേ നമ്മൾ ഇതൊക്കെ പഠിക്കൂ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു സംഗതി. അല്ല പോകുമോ ഇല്ലയോ, ആരെങ്കിലും പരാതി കൊടുക്കുന്നതല്ല റോൾ ഉണ്ടല്ലോ സാർ. നമ്മൾ ഈ റോഡ് സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണ്. റോഡ് സേഫ്റ്റി ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യുന്നത്. ദൈനംദിനമായിട്ട് നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി 10-20 വർഷത്തേക്ക് നമ്മൾ ചിന്തിക്കുന്ന നാടാണ്. അത്രമേൽ നമ്മുടെ റോഡുകളുടെ അവസ്ഥ പോയി. ആ റോഡിലാണ് കുപ്പിക്കഴുത്ത് പോലുള്ള റോഡിന്റെ പകുതിയും കവർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രക്രിയകൾ നടക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഒരു റോൾ ഉണ്ടല്ലോ അവിടെ. ഇദ്ദേഹം തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ ഈ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ ഇതേ കുറ്റം അവർക്കെതിരെ പറയുന്ന ആളുകളാണെന്നും കൂടി നമ്മൾ ഓർക്കണം. ഇന്നിപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകൾ നാളെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോ മറ്റൊരു പ്രസ്ഥാനമോ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ ഒരു എളുപ്പമില്ലാതെ മുന്നോട്ട് വരികയും ചെയ്യും.
നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സംഗതി ഇതാണ്. അതായത് എനിക്ക് ചെയ്യാം, ഞാൻ ചെയ്യാതിരുന്നാൽ അതൊരു മോശക്കാരനായി പോകുന്നൊരവസ്ഥയാണ്. ചെയ്യുന്ന ആളുകൾ മിടുക്കന്മാരുമാണെന്നൊരു തോന്നലാണ് നമുക്കുള്ളത്. ശരി, വളരെയധികം നന്ദി. എന്തായാലും അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കരൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിലാണ് നമ്മൾ ഇത്തരം പരിശോധനകൾ നടത്തുന്നത്. നാളെ എന്തായാലും ഹൈക്കോടതി അങ്ങ് വെങ്ങാനൂർ ശിവശങ്കരൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണം. കാരണം സാധാരണക്കാരൻ്റെ അവസ്ഥയാണ്, അതാണ് നമ്മൾ അധികാരികളിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായും CPM-നെ സംബന്ധിച്ചോളം ജില്ലാ സെക്രട്ടറി വി ജോയി ആ തെറ്റ് ഏറ്റുപറയുകയും ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതും അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് CP-യുടെ ഭാഗത്തു നിന്നും, കാരണം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വഴിയടച്ചത് മൂലം ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ വഴി കവർന്നുകൊണ്ടുള്ള പ്രതിഷേധത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം തിരുത്തേണ്ട ഒരു സംഭവമായി ആ വഞ്ചൂർ സംഭവം കൂടി മാറുകയാണ്.